നമസ്കാരം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ വക ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വിന്റർ സീസൺ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് ഗാജർ കാ ഹൽവ ഉണ്ടാക്കിക്കൂടെ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഗാജർ കാ ഹൽവ ഉണ്ടാക്കി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സോ ഇത്തവണ നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഗാജർ കാ ഹൽവ ഉണ്ടാക്കാം. ഞാൻ വളരെ കുറച്ച് എമൗണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇനി ആദ്യം നമുക്ക് ഗാജറാണ് വേണ്ടത്. സാധാരണ ക്യാരറ്റ് അല്ല കേട്ടോ, ഇതുപോലത്തെ ചുമന്ന ക്യാരറ്റ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് അല്ല, ഭയങ്കര സ്വീറ്റ് ആണ്. അപ്പോൾ ഹൽവയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹൽവ എന്ന് പറഞ്ഞാലും ഞാൻ കുറച്ചൊരു മിൽക്കി ഒരു പായസം പോലെ ഉണ്ടാക്കി. ഇത്തവണ ഞാൻ കുറച്ചുകൂടി കട്ടിയായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്യാരറ്റ് നമ്മൾ ആദ്യം സംഘടിപ്പിക്കണം. ഇത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇതിന് നല്ല തൊലിയൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാം. സാധനം ഉപയോഗിച്ചിട്ട് ഇതങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. സാമ്പിളായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റിലൊക്കെ കാണിച്ചു തരാം. ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഗാജറിട്ട് നെയ്യിലൊന്ന് നന്നായി ഒന്ന് വഴയട്ടെ. അതായത് വളരെ കുറച്ച് ഗാജറായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 കിലോ ഒക്കെ എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം ഒത്തിരി എമൗണ്ട് ഉണ്ടാക്കിയാണ്. പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, വളരെ കുറച്ചെടുത്തതാണ്. അത് നന്നായി ഒന്ന് ആവട്ടെ കേട്ടോ, നെയ്യിൽ സോട്ടാവട്ടെ. ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുത്തിട്ട് ഇതിനെയും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. നല്ല രീതിയിൽ ഇത് വേവട്ടെ. പിന്നെ കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആയി വരുമ്പോൾ നമുക്ക് ഏലക്കയുടെ പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം എന്തായാലും ഇത് അടച്ചു വെക്കാം, അത് കുക്കാവട്ടെ. അപ്പം തന്നെ ഏലക്കയൊക്കെ പൊടിച്ചിട്ട് വരാം. കുക്കായി സെറ്റായി വന്നിട്ടുണ്ട്. ഞാനത് പ്ലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗാജർ ഹൽവ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മുടെ ഹൽവ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വിന്റർ സീസണിലുള്ള ഇവിടുത്തെ ഗാജർ വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഹൽവയാണിത്.